കഴിഞ്ഞ 7-8 തീയതികളിൽ ചേർന്ന സംസ്ഥാന കമ്മിറ്റി സംസ്ഥാന നിയമസഭാ തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട റിവ്യൂ റിപ്പോർട്ട് ഏകകണ്ഠമായി അംഗീകരിക്കുകയുണ്ടായി. ഇപ്രാവശ്യം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേരിട്ട പരാജയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംബന്ധിച്ച് കേരളത്തിലെ എല്ലാ സംഘടനാ ഘടകങ്ങളുമായി ബന്ധപ്പെട്ട് ആഴത്തിലുള്ള വിമർശനവും സ്വയം വിമർശനവും കേൾക്കണം. അതുകൂടി ചേർത്ത് വേണം സംസ്ഥാന റിവ്യൂ തയ്യാറാക്കാൻ എന്ന് പാർട്ടി ആദ്യം തന്നെ തീരുമാനിച്ചിരുന്നു. ആ അർത്ഥത്തിൽ ഏതാണ്ട് 40,000-ത്തിലധികം ഘടകങ്ങൾ, അതിലുള്ള ലക്ഷക്കണക്കിന് സഖാക്കളുടെ അഭിപ്രായം കേട്ടതിന് ശേഷമാണ് ഞങ്ങൾ ഈ റിവ്യൂ റിപ്പോർട്ട് സംസ്ഥാന കമ്മിറ്റി ഏകകണ്ഠമായി അംഗീകരിച്ചത്. ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ CPM-ന് ഏറ്റെടുക്കാനുള്ള കർമ്മ പദ്ധതികൾ, അതിനായി വിപുലീകൃത സംസ്ഥാന കമ്മിറ്റി, പാർട്ടി സംസ്ഥാന കമ്മിറ്റി മാത്രമല്ല, അതോടൊപ്പം ജില്ലയിലെ പ്രധാനപ്പെട്ട നേതാക്കളായും മറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്ന പ്രധാനപ്പെട്ട നേതാക്കളുടെയും ഒരു യോഗം സംസ്ഥാന വിപുലീകൃത യോഗം എന്ന നിലയിൽ ആഗസ്റ്റ് മാസം ചേർന്നു ഭാവി പരിപാടികളെ സംബന്ധിച്ചെല്ലാം വളരെ ഗൗരവപൂർണമായ ഒരു പരിശോധന, അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് ഇന്നത്തെ വർത്തമാന കാലഘട്ടത്തിൻ്റെ സവിശേഷതകൾ കൂടി കണക്കിലെടുത്ത് ഇങ്ങനെ നമുക്ക് ഫലപ്രദമായി സംഘടനാ രാഷ്ട്രീയ ധാരണയോടെ മുന്നോട്ടേക്ക് പോകാം എന്നുള്ള കൃത്യമായ പരിപാടിയാണ് ആഗസ്റ്റ് മാസത്തോടുകൂടി ഞങ്ങളിപ്പോൾ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു പ്രക്രിയയിൽ ഇതിലേക്ക് കടക്കുന്നതിൻ്റെ മുന്നോടിയായി ജനങ്ങളുടെ ആകെ അഭിപ്രായം, ഇപ്പോൾ ഞങ്ങൾ പാർട്ടി ഘടകങ്ങളെയാണ് കേട്ടത്. നേരത്തെ പറഞ്ഞതുപോലെ അതിലുള്ള പാർട്ടി സഖാക്കളുടെ ചർച്ചയുമാണ് ഞങ്ങൾ കേട്ടത്. എല്ലാ ജനങ്ങളുടെയും, CPM മാത്രമല്ല, ഞങ്ങളുടെ അനുഭാവികൾ മാത്രമല്ല, അല്ലാത്തവർ ഉൾപ്പെടെയുള്ള എല്ലാവരുടെയും അഭിപ്രായങ്ങൾ തേടാൻ ഞങ്ങളിപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. വാട്സപ്പ് നമ്പർ വഴിയും അതുപോലെ തന്നെ മെയിൽ വഴിയെല്ലാം എല്ലാവർക്കും പാർട്ടിയുടെ ഞാൻ ഈ പറഞ്ഞ ഈ കാലഘട്ടത്തെ അഭിമുഖീകരിക്കുന്ന വെല്ലുവിളികൾ എങ്ങനെ നമുക്ക് വിജയകരമായി നേരിടാം, കേരളത്തെ ഇനിയും ഫലപ്രദമായിട്ട് എങ്ങനെ അതിൻ്റെ സത്പാരമ്പര്യങ്ങൾ അടിസ്ഥാനപ്പെടുത്തി മുന്നോട്ടേക്ക് നയിക്കാം എന്നുള്ള കാര്യത്തിൽ എല്ലാവരുടെയും പൂർണ്ണമായ പിന്തുണ നേടുക. പത്രപ്രവർത്തകർ ഉൾപ്പെടെയുള്ള എല്ലാവരുടെയും, മാധ്യമ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ ഉൾപ്പെടെയുള്ള എല്ലാവർക്കും അവരുടേതായ അഭിപ്രായങ്ങൾ പറയാനുള്ള ഒരു ജനാധിപത്യ രീതി ഞങ്ങളിതിലൂടെ കൈകാര്യം ചെയ്യുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ അപ്രതീക്ഷിതമായ വലിയ തിരിച്ചടിയാണ്
LDFിനുണ്ടായത് എന്ന് ഞങ്ങൾ നേരത്തെ തന്നെ ചൂണ്ടിക്കാണിച്ചതാണ്. ആ കാര്യം തന്നെയാണ് റിവ്യൂവിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളിപ്പോൾ കണ്ടത്. ഇങ്ങനെയുള്ളൊരു പരാജയം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കേരളത്തിൽ ഉണ്ടാവുമെന്നും മുൻകൂട്ടി മനസ്സിലാക്കാൻ സംസ്ഥാന കമ്മിറ്റിക്ക് കഴിഞ്ഞിട്ടില്ല എന്ന സ്വയം വിമർശനം ഞങ്ങൾ അംഗീകരിച്ചു. താഴെ നിലവാരം വരെ പരിശോധിച്ചപ്പോൾ കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നതാണ്. കേരളത്തിലെ സാമൂഹ്യ ജീവിതം എന്ന് പറയുന്നത് ആഗോള തലങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒന്നാണ്. ലോകത്ത് പൊതുവെ വലതുപക്ഷ സ്വാധീനം ശക്തിപ്പെട്ടു വന്നൊരു കാലമാണ് ഇത്. ലോകമെന്ന് പറയുമ്പോൾ ഇന്ത്യ ഉൾപ്പെടെയാണ്. ഈ വലതുപക്ഷ വൽക്കരണത്തിൻ്റെ, വലതുപക്ഷ സ്വാധീനത്തിൻ്റെ, ശക്തികളുടെ എല്ലാം സ്വാധീനം കേരളത്തിൻ്റെ ചിന്താമണ്ഡലത്തിലും ഉണ്ട് എന്ന കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. കേരളം ഒറ്റപ്പെട്ട ഒരു തുരുത്ത് പോലെ നിൽക്കുകയല്ല, ലോക സമ്പദ് വ്യവസ്ഥയുമായിട്ട് ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു നാടാണ് നമ്മുടെ കേരളം. സ്വാഭാവികമായി LDF സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ പൊതുവെ ജനങ്ങൾ സ്വീകാര്യത നേടുക നൽകുക ആണ് ചെയ്തത്. എന്നാൽ നിർമ്മാണ മേഖലയുൾപ്പെടെയുള്ള പരമ്പരാഗത മേഖലയിൽ ജനങ്ങളുടെ ചില പ്രശ്നങ്ങൾ പൂർണ്ണമായി പരിഹരിക്കാനായിട്ടില്ല എന്ന പ്രശ്നം താഴെ ചർച്ച ചെയ്യുമ്പോൾ ശക്തിയായിട്ട് ഉയർന്നു വന്നിട്ടുണ്ട്. അത് ജനങ്ങളിലുണ്ടാക്കിയ അസംതൃപ്തി തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട് എന്ന കാര്യവും റിവ്യൂവിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ കണ്ടു. ഏതാണ്ട് 30 മണ്ഡലങ്ങളിൽ BJP വോട്ടുകൾ UDFന് നൽകുകയും ചില മണ്ഡലങ്ങളിൽ UDFന് അവർക്ക് ജയിക്കാൻ സാധിക്കില്ല എന്ന് കാണുന്ന ചില മണ്ഡലങ്ങളിൽ അവർ BJPക്ക് വിജയിക്കാൻ വോട്ട് നൽകുകയും ചെയ്യുന്ന ഒരു UDF BJP ഡീല് ഞങ്ങൾ കണ്ടു. അത് ഈ തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ടുണ്ടായ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ രാഹുൽ ഗാന്ധി ഉൾപ്പെടെ കേരളത്തിൽ വന്നിട്ട് CPMനെതിരായിട്ട് പ്രസംഗിച്ചത്, പ്രത്യേകിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായി പ്രസംഗിച്ചത് എന്തുകൊണ്ട് പിണറായി വിജയനെ ED അറസ്റ്റ് ചെയ്യുന്നില്ല എന്നാണ്. എന്നാൽ UDF സർക്കാർ അധികാരത്തിൽ വന്ന് ദിവസങ്ങൾ കഴിയുമ്പോഴും കോൺഗ്രസ് BJP ഡീലിൻ്റെ ഭാഗമായിട്ടുള്ള നിലപാടുകൾ എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കത്തക്ക രീതിയിലാണ്. കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ പ്രേരണയിലാണ് രാഹുൽ ഗാന്ധി പിണറായിക്കെതിരായും കേന്ദ്ര ഏജൻസികൾ ഇടപെടണം എന്ന ആവശ്യവും ഡീലിൻ്റെ പ്രശ്നവും എല്ലാം പറഞ്ഞതെന്ന് ഇന്ത്യ കൂട്ടായ്മയുടെ യോഗത്തിൽ രാഹുൽ ഗാന്ധി തന്നെ പറഞ്ഞ കാര്യം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അദ്ദേഹം തന്നെ അത് തുറന്നു പറഞ്ഞിരിക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഫാസിസ്റ്റ് നേതാവായ ഹിറ്റ്ലറിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ടുകൊണ്ടാണ് താൻ പ്രവർത്തിക്കുന്നതെന്ന് കോൺഗ്രസിൻ്റെ നേതാവായ
തെലങ്കാന മുഖ്യമന്ത്രി പരസ്യമായ നിലപാട് സ്വീകരിച്ചതായി പത്രങ്ങളിലൊക്കെ വാർത്ത വരികയുണ്ടായി. അപ്പോൾ രേവന്ത് റെഡ്ഡിയുടെ നിലപാട് ലോകം കണ്ട ഏറ്റവും ക്രൂരനായ ഫാസിസ്റ്റ് നേതാവിൻ്റെ അനുയായിയെ പോലെയാണ് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. ഇതും പഴയ അടിയന്തരാവസ്ഥ കാലഘട്ടവും കൂട്ടിച്ചേർത്താൽ ഏത് തരത്തിലുള്ള അമിതാധികാര നിലപാടും മനസ്സുകൊണ്ട് സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുന്നവരാണ് കോൺഗ്രസിലെ ഒരു വലിയ വിഭാഗം ആളുകൾ എന്ന് വ്യക്തമാകുന്ന ഒന്നാണ്. അതേപോലെ വളരെ പ്രധാനം തന്നെയാണ് അദാനി ഗ്രൂപ്പ് ഉദ്യോഗസ്ഥരുമായി കർണാടകയിലെ NDA ഘടകകക്ഷിയുമായി അതിൻ്റെ നേതാക്കളുമായി മംഗലാപുരത്ത് വെച്ച് നടത്തിയിട്ടുള്ള മുഖ്യമന്ത്രി ആവുന്നതിന് മുമ്പുള്ള VD സതീശൻ എന്ന പ്രതിപക്ഷ നേതാവിൻ്റെ കൂടിക്കാഴ്ച. അതിൻ്റെ എന്താണ് എന്ന് പല മേഖലയിൽ നിന്നും ചോദ്യം ഉയർന്നപ്പോഴും ആ ചോദ്യത്തിനൊന്നും മറുപടി പറയാൻ മുഖ്യമന്ത്രി തയ്യാറായിട്ടില്ല. തുറമുഖ വകുപ്പ് മുഖ്യമന്ത്രി സ്വയം ഏറ്റെടുത്തു. കേരളത്തിലെയും അതുപോലെ തന്നെ കർണാടകത്തിലെയും സത്യപ്രതിജ്ഞാ ചടങ്ങിൻ്റെ ഭാഗമായി വന്ദേമാതരം ചൊല്ലിയതും ഇപ്പോഴ് PM ശ്രീ പദ്ധതി നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ടും മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ VCയെ നിശ്ചയിച്ചത് D. മാവൂദ് എന്ന RSSൻ്റെ പ്രമുഖ നേതാവിൻ്റെ അദ്ദേഹം സംഘടനാ നേതാവാണ്, അദ്ദേഹത്തെയാണ് നിശ്ചയിച്ചത്. അതിനെ തുടർന്ന് സംഘപരിവാറിൻ്റെ ഭാഗമായിട്ടുള്ള 19 പേരെ അവിടെ MG യൂണിവേഴ്സിറ്റിയിൽ സെനറ്റ് അംഗങ്ങളായി തീരുമാനിക്കുകയും ചെയ്തു. ഗവർണറുടെ ഈ നടപടിക്കെതിരായിട്ട് ഒരക്ഷരം പറയാൻ ഗവൺമെൻറ്റും തയ്യാറില്ല, വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പോലും തയ്യാറില്ല. ഈ കാവ്യവൽക്കരണ നിലപാടിനെതിരായിട്ടുള്ള സമീപനം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എല്ലാ സന്ദർഭത്തിലും ശക്തിയായിട്ട് ഉയർത്തിയതാണ്. പക്ഷെ യാതൊരു പ്രതികരണവുമില്ലാതെ, പ്രതിഷേധവുമില്ലാതെ സർവകലാശാല പൂർണ്ണമായും ഉന്നത വിദ്യാഭ്യാസം കാവ്യവൽക്കരണത്തിലേക്ക് നയിക്കുന്ന സമീപനത്തിന് കൂട്ടുനിൽക്കുന്ന നിലപാടാണ് ഇവിടെ കണ്ടിട്ടുള്ളത്. ഇപ്പോൾ UDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം നടപ്പിലാക്കിയിട്ടുള്ള കോൺഗ്രസിൻ്റെയും BJPയുടെയും ഡീൽ വ്യക്തമാക്കുന്നതാണ് ഈ കാര്യം. കേരളത്തിൽ 3 സീറ്റിൽ BJP ജയിക്കുകയുണ്ടായി. അതീവ ഗൗരവമുള്ള പ്രശ്നം തന്നെയാണ്. ആ റിസൾട്ട് പ്രഖ്യാപിച്ച ദിവസം രാജീവ് ചന്ദ്രശേഖരൻ എന്ന BJPയുടെ കേരളത്തിലെ നേതാവ് പറഞ്ഞത്, ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ലക്ഷ്യമിട്ടത് CPMനെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയുമാണ് എന്നാണ്. അന്ന് പറയുമ്പോൾ എത്രത്തോളം എന്നുള്ളതിന് ജനങ്ങൾക്ക് വ്യക്തതയുണ്ടായിരുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ 30 നിയോജക മണ്ഡലങ്ങളിൽ BJP വോട്ട് UDFന് അനുകൂലമായിട്ട് മറച്ച ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് ആ വോട്ട് കൂടി നേടിയിട്ടാണ് അവർ 100+ പറഞ്ഞത് എന്ന് ഇപ്പോഴാണത് ഗൗരവപൂർവ്വം ആഴത്തിൽ പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ CPIMും BJPയുമാണ് ഡീലെന്നുള്ള പ്രചാരണം പുറത്തു നടത്തി കൃത്യമായ അജണ്ട വെച്ച് BJP വോട്ടും കോൺഗ്രസ് വോട്ടും പരസ്പരം കൈമാറുന്ന ഒരു തെരഞ്ഞെടുപ്പായിരുന്നു കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പ്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം,
സ്വത്വ രാഷ്ട്രീയവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. സ്വത്വരാഷ്ട്രീയ ചിന്തകൾ മുന്നോട്ടേക്ക് വെക്കുന്നത് യഥാർത്ഥത്തിൽ ഇടതുപക്ഷത്തെ CPIM-നെ ദുർബലപ്പെടുത്താൻ തന്നെയാണ്. സ്വാഭാവികമായും വെള്ളം കടക്കാത്ത അറകളെ പോലെ ഓരോരോ ജാതി വിഭാഗത്തെയും സംഘടിപ്പിക്കുക, സ്വത്വത്തെ അടിസ്ഥാനപ്പെടുത്തി, എന്നിട്ട് വർഗീയമായി അതിനെ കൂട്ടിച്ചേർക്കുക. ഈ പ്രക്രിയ കേരളത്തിൽ നടന്നിട്ടുണ്ട്. ഈ സ്വത്വരാഷ്ട്രീയത്തിൻ്റെ പ്രശ്നം, അതിൻ്റെ ചിന്തകൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ, അതിൻ്റെ പരാജയത്തെ യഥാർത്ഥത്തിൽ ഈ ചിന്തകളും സ്വാധീനിച്ചു എന്ന് കാണാൻ കഴിയും. ഞങ്ങൾ പരിശോധിച്ചപ്പോഴേ എല്ലാ വിഭാഗങ്ങളിൽ നിന്നും വോട്ടുകൾ കുറേശ്ശെയായിട്ട് LDF-ന് കുറഞ്ഞു വന്നിട്ടുണ്ട്, കുറവുണ്ടായിട്ടുണ്ട്. എങ്കിലും ഏതെങ്കിലും ഒരു വിഭാഗം പൂർണ്ണമായിട്ട് ഒന്നിച്ചു നിന്ന് പരാജയപ്പെടുത്തി എന്നൊന്നും പറയാൻ സാധിക്കുന്നതല്ല കേരളത്തിലുടനീളം പരിശോധിച്ചാൽ. എന്നാൽ SIR ന്യൂനപക്ഷങ്ങൾക്കുണ്ടാക്കിയിട്ടുള്ള ആശങ്ക അത് ലീഗ്, ജമായത്ത് ഇസ്ലാമി, കോൺഗ്രസ് കൂട്ടുകെട്ട് നല്ലതുപോലെ ഉപയോഗിച്ചിട്ടുണ്ട്. SIR കൊണ്ടുവന്നത് പിണറായി വിജയൻ ഗവൺമെൻറ് ആണ് എന്നുള്ള കള്ളപ്രചാരവേലയും നടത്തിയിട്ടുണ്ട്. ഇത് ന്യൂനപക്ഷങ്ങളെ ഇടതുപക്ഷ ചേരിയിൽ നിന്ന് മാറ്റാൻ സഹായിച്ചു എന്നുള്ളത് ഞങ്ങൾ കണ്ടെത്തിയ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. മതത്തെ ഉപയോഗിച്ച് വർഗീയ ചേരിതിരിവ് സൃഷ്ടിക്കുന്ന ശ്രമമാണ് മുസ്ലിം ലീഗ് നടത്തിയത്. മതനിരപേക്ഷ കേരളത്തിൽ വളരെ അപകടകരമായ ഒന്നാണ് ഇത്. ദൂരവ്യാപകമായ ഫലമുളവാക്കുന്ന ഒന്നുകൂടിയാണ്. മതനിരപേക്ഷ ഉള്ളടക്കത്തെ അംഗീകരിച്ചുകൊണ്ടുള്ള സമീപനമായിരുന്നു മുമ്പെല്ലാം ലീഗ് കൈകാര്യം ചെയ്യുന്നത്. എന്നാൽ അത് മാറ്റി മതത്തെ ഉപയോഗിച്ച് വർഗീയ ചേരുതിരിവിന് അതിൻ്റെ ഗുണഭോക്താവ് എന്ന രീതിയിൽ കോൺഗ്രസും അതിൻ്റെ ഒപ്പം നിൽക്കുന്ന നിലയാണ് സ്വീകരിച്ചത്. ഇത് കേരളത്തിൽ ദൂരവ്യാപകമായ ഫലമുളവാക്കും എന്ന് ഞങ്ങൾ കാണുകയാണ്. 3 സീറ്റുകൾ ലഭിച്ച BJPക്ക് കഴിഞ്ഞ പ്രാവശ്യം പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കിട്ടിയിട്ടുള്ള വോട്ടിനേക്കാൾ 6% കുറവുണ്ട് എന്നതും ഒരു വസ്തുതയാണ്. ആ കുറവ് അവരുടെ പാർട്ടിയുടെ ഭാഗത്ത് വന്ന ഏതെങ്കിലും ഒരു ഒഴിച്ചുപോക്കാണെന്നല്ല കാണുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 10-30 മണ്ഡലങ്ങളിൽ ആ വോട്ട് കോൺഗ്രസിന് നൽകുന്ന നിലയുണ്ടായി എന്നുള്ളതാണ്. അപ്പോൾ കുറവുണ്ടായിട്ടുണ്ട്. പക്ഷേ ആ കുറവ് എങ്ങനെയാണ് എന്ന് സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ ഈ രീതി കാണാൻ കഴിയും. ഈ BJP ജയിച്ച 3 മണ്ഡലങ്ങളിലും UDF 3-ാം സ്ഥാനത്തായി. അപ്പോൾ അതിൻ്റെ പ്രത്യുപകാരം എന്ന രീതിയിൽ BJPയെ ജയിപ്പിക്കുന്നതിന് കോൺഗ്രസ് എടുത്ത നിലപാട് കൂടി ചേരുമ്പോഴാണ് ഞാൻ ഈ പറഞ്ഞ ഡീലിൻ്റെ അർത്ഥം പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ കഴിയുക. ജനങ്ങൾക്ക് നൽകിയിട്ടുള്ള വലിയ വാഗ്ദാനങ്ങളാണ് UDF ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചത്. അതിനടിസ്ഥാനപ്പെടുത്തി കുറേ ആളുകളെ അവർക്ക് അണിനിരത്താൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പൊള്ളത്തരം ഇപ്പോഴാണ് ഓരോന്നോരോന്നായി പുറത്തു വരുന്നത്. വൻതോതിലുള്ള പണക്കൊഴുപ്പ് ഈ തെരഞ്ഞെടുപ്പിൽ BJPയും കോൺഗ്രസും ഉപയോഗിച്ചിട്ടുണ്ട്. മന്ത്രിമാരും MP-മാരും MLA-മാരും പണവുമായി കേരളത്തിലെത്തുകയും ക്ഷേത്ര ഭാരവാഹികളെയും വോട്ടർമാരെയും ചില ബാങ്ക് ലോണെല്ലാം ഉള്ള, അത് ചെറുതൊന്നുമല്ല, ലക്ഷക്കണക്കിനാണ്, അവിടെയെല്ലാം ആ ലോണടക്കം അടച്ചു തീർക്കുന്ന നിലപാട് സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് BJP. UDF ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പല മണ്ഡലങ്ങളിലും പണക്കൊഴുപ്പ് കൃത്യമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്.
ഞങ്ങൾ ഈ തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് പരിശോധിച്ചപ്പോൾ കണ്ട ഈ കാര്യങ്ങൾക്കെല്ലാം ഒപ്പം ഞങ്ങൾ സ്വയം വിമർശകരുമായിട്ട് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, സർക്കാരിൻ്റെ നേട്ടങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നതിൽ പോരായ്മ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് സ്വയം വിമർശകരുമായിട്ട് തന്നെ കാണുന്നു. അവക്കെല്ലാം എതിരായിട്ട് വലതുപക്ഷ മാധ്യമങ്ങൾ നടത്തുന്ന കള്ളപ്രചാരണ വേലയെ പ്രതിരോധിക്കാനും നമുക്ക് വേണ്ടത്ര സാധിച്ചില്ല എന്നുള്ളതും വിമർശനപരമായി അംഗീകരിക്കുകയാണ്. സംഘടനാപരമായി വന്നു ചേരുന്ന ദൗർബല്യങ്ങൾ ഇത്തരം പ്രചരണങ്ങളെ പ്രതിരോധിച്ച് മുന്നോട്ടേക്ക് പോകാൻ നമുക്ക് തടസ്സമായി എന്നുള്ള സംഘടനാപരമായ പ്രശ്നവും ഞങ്ങൾ കാണുകയുണ്ട്. പയ്യന്നൂർ, തളിപ്പറമ്പ് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി നിർണയത്തിലുണ്ടായ വീഴ്ചകൾ സ്വയം വിമർശകരുമായിട്ട് കണ്ണൂർ ജില്ലാ കമ്മിറ്റി തന്നെ വിമർശനത്തിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യം സംസ്ഥാന കമ്മിറ്റിയുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ആ സ്വയം വിമർശനപരമായ കാര്യം സംസ്ഥാന കമ്മിറ്റിയും അംഗീകരിക്കുകയാണ്. വെള്ളാപ്പള്ളി നടേശൻ നടത്തിയിട്ടുള്ള മുസ്ലിം വിരുദ്ധ പ്രസ്താവനകൾ പാർട്ടി തള്ളിക്കളഞ്ഞത് തന്നെയാണ്. SNDP ശ്രീനാരായണ ഗുരുവിൻ്റെ ആശയങ്ങളിൽ നിന്നും ഏതെല്ലാം സന്ദർഭങ്ങളിൽ വ്യതിചലിക്കുന്ന എല്ലാ രീതിയിലും ശക്തമത്തായ നിലപാട് സ്വീകരിച്ചിരുന്നു എന്നുള്ളതും ശരിയാണ്. എന്നാൽ ഈ അടുത്ത കാലത്ത് അദ്ദേഹത്തിൻ്റെ മുസ്ലിം വിരുദ്ധ പ്രസ്താവനയെ ഏറെ ശക്തമായി പ്രതിരോധിച്ചില്ല എന്ന ഒരു പൊതു അവബോധം പ്രത്യേകിച്ച് ന്യൂനപക്ഷ ജനവിഭാഗങ്ങളിൽ രൂപപ്പെട്ടിട്ടുണ്ട്. ഇത്തരത്തിൽ രൂപപ്പെട്ട ഒരു അവബോധത്തെ, ഈ സംശയത്തെ ദൂരീകരിക്കുന്ന തരത്തിൽ ശക്തിയായ ഇടപെടൽ നടത്തുന്നതിൽ പോരായ്മ സംഭവിച്ചു എന്ന് ഞങ്ങൾ സ്വയം വിമർശകരുമായിട്ട് കാണുകയാണ്. ഞാൻ പറഞ്ഞതിന് വളരെ വ്യക്തമായ മലയാളമാണല്ലോ സംസാരിക്കുന്നത്. ഇത് പറയട്ടെ, എന്നിട്ട് ഏതെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചത് ദേവസ്വം ബോർഡാണ്. സർക്കാരാണ് സംഘടിപ്പിച്ചതെന്ന വലതുപക്ഷ പ്രചരണ കേരളത്തിലെ ജനങ്ങളിൽ ആശയക്കുഴപ്പമുണ്ടാക്കി. രാജ്യത്തെ മതനിരപേക്ഷതയെ തകർക്കുന്ന RSS യഥാർത്ഥത്തിൽ ഇതിനെ ശക്തിയായിട്ട് എതിർക്കുന്ന സമീപനമാണ് സ്വീകരിച്ചത്. ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിട്ട് അതിനെ കണ്ടത് RSSന്റെ ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖനായ വക്താവ് UPയുടെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിൻ്റെ സന്ദേശം വലിയ രീതിയിലുള്ള ചർച്ചയ്ക്ക് ഇട നൽകിയ രീതിയിൽ ആ സന്ദേശം അവിടെ വായിച്ചു എന്നത് ശരിയായിരുന്നില്ല എന്ന നിലപാടാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത്. സർക്കാരാണ് അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചതെന്ന വ്യാപകമായ പ്രചാരവേല ശരിയായിരുന്നില്ല. ദേവസ്വം ബോർഡായിരുന്നു ഇതിനു മുമ്പും ഇതുപോലെ സംഗമങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. അവിടെ ആ സംഗമം സംഘടിപ്പിച്ചതിൻ്റെ ഒന്നും ഭാഗമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോഴും വ്യാപകമായ രീതിയിലുള്ള ഈ പ്രചാരവേല നമുക്ക് യഥാർത്ഥത്തിൽ അതിൻ്റെ ഒപ്പം ഈ യോഗി ആദിത്യനാഥിൻ്റെ സന്ദേശ വായനയും കൂടി വന്നപ്പോൾ ഈ അവബോധം കൂടുതൽ ശക്തിപ്പെടുന്ന നില ഉണ്ടാവുകയാണ് ചെയ്തത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ കുറ്റാരോപിതനായ പത്മകുമാറിനോട് പാർട്ടി വിശദീകരണം ചോദിക്കുകയും എല്ലാ പ്രവർത്തനങ്ങളിൽ നിന്നും മാറ്റി നിർത്തുകയും ചെയ്തിരുന്നു ജയിലിൽ നിന്ന് വന്നതിന് ശേഷം. എന്നാൽ ആരോപണമുണ്ടായ ഘട്ടത്തിൽ തന്നെ കർശനമായ നടപടി സ്വീകരിച്ചില്ല എന്ന എതിരാളികളുടെ പ്രചരണം തെരഞ്ഞെടുപ്പിൽ നമ്മെ ബാധിച്ചിട്ടുണ്ട്. ഈ കാര്യവും ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുകയാണ്. ഇപ്പോൾ UDF സർക്കാർ അധികാരത്തിലെത്തിയിട്ട് 3 ആഴ്ച മാത്രമേ ആയിട്ടുള്ളൂ. സർക്കാരിനെ വിലയിരുത്താനുള്ള സമയമായിട്ടില്ലെങ്കിലും
ചെയ്യുന്നതെല്ലാം അടിമുടി പരിശോധിച്ചാൽ വാഗ്ദാന ലംഘനവും ജനവിരുദ്ധവുമായ നിലപാടുകളാണ്. ബന്ധുക്കളെയും സ്വന്തക്കാരെയും ഇതിന്റെ ഭാഗമാക്കി മാറ്റുന്നതിനു വേണ്ടിയുള്ള പ്രവർത്തനമാണ് ആദ്യം തന്നെ തുടങ്ങിയത്. അതിന്റെ ഭാഗമായി ബെന്നി തോമസ് ഇപ്പോൾ രാജിവെച്ചു. സണ്ണി ജോസഫിന്റെ വെൽനസ് സ്റ്റാഫിലെ പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ. സത്യം പറഞ്ഞാൽ സണ്ണി ജോസഫ് അല്ല രാജിവെക്കേണ്ടത്. സത്യപ്രതിജ്ഞാ ലംഘനം നടത്തിയത്, സ്വജനപക്ഷപാതം നടത്തിയിട്ടുള്ളത് മന്ത്രിയാണ്. മന്ത്രി രാജിവെക്കുന്നതിന് പകരം മന്ത്രി നിശ്ചയിച്ച ആൾ രാജിവെച്ചിട്ട് എന്താ കാര്യം? അതൊരു വളരെ ഗൗരവതരമായ സത്യപ്രതിജ്ഞാ ലംഘനമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതിനെ ന്യായീകരിച്ചുകൊണ്ടാണ് ആദ്യം രംഗത്ത് വന്നത്. പിന്നീടാണ് ഗത്യന്തരമില്ലാതെ രാജിവെപ്പിക്കുന്ന നില സ്വീകരിച്ചത്. രാജിവെക്കുകയല്ല, രാജിവെപ്പിക്കുന്ന നില സ്വീകരിച്ചത്. ഇതുപോലുള്ള ഓരോരോ പരിപാടികൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ നെഹ്റുവിൻ സാമ്പത്തിക നയമാണ് ഞങ്ങൾ നടപ്പിലാക്കാൻ പോകുന്നത് എന്നാണ് വി.ഡി. സതീശൻ പറഞ്ഞത്. നെഹ്റുവിൻ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സംരക്ഷണമാണ്, രൂപീകരണമാണ്. ഞാൻ ക്ഷേത്രം പണിയാൻ പോകുന്നു എന്ന്, അമ്പലം നിർമ്മിക്കാൻ പോവുകയാണ് എന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു പറഞ്ഞപ്പോൾ പലരും കരുതി എന്തൊരു കഥ, ഭൗതികവാദിയായ ഒരു രാഷ്ട്രീയ നേതാവാണ് ജവഹർലാൽ നെഹ്റു. ചരിത്രപരമായ ഭൗതികവാദത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഗ്രന്ഥരചന നടത്തിയ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചരിത്ര പണ്ഡിതനാണ്, ചരിത്ര രചയിതാവാണ് യഥാർത്ഥത്തിൽ ജവഹർലാൽ നെഹ്റു. ആ ജവഹർലാൽ നെഹ്റു അമ്പലം പണിയുകയാണോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം വളരെ ലളിതമായിട്ട് പറഞ്ഞു, ഞാൻ പണിയുന്ന ക്ഷേത്രങ്ങൾ, അമ്പലങ്ങൾ ആരാധനയ്ക്ക് വേണ്ടിയുള്ളതല്ല, അത് പൊതുമേഖലാ സ്ഥാപനങ്ങളാണ്. ആ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് വേണ്ടിയിട്ട് തൻ്റെ അധികാരവും പദവിയും തൻ്റെ ശേഷിയും കഴിവും ഉപയോഗിച്ച ഏറ്റവും പ്രമുഖനായ രാഷ്ട്രീയ നേതാവാണ്, ചരിത്രകാരനാണ്, പണ്ഡിതനാണ് ജവഹർലാൽ നെഹ്റു. ഈ നെഹ്റുവിൻ്റെ പേരുപയോഗിച്ചുകൊണ്ടാണ് വി.ഡി. സതീശൻ ഞങ്ങൾ ഇടതുപക്ഷമാണ് എന്നും നെഹ്റുവിയൻ സംവിധാനമാണ് ഞങ്ങൾ കൈകാര്യം ചെയ്യുന്നത് എന്നും പറഞ്ഞത്. എന്താ ധവളപത്രം വന്നപ്പോൾ മനസ്സിലായത്? പൊതുമേഖലാ സ്ഥാപനങ്ങൾ മുഴുവൻ പൂട്ടിക്കുക, വിൽക്കുക. ഇപ്പോൾ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ലോകത്തിൻ്റെ മുമ്പിൽ തന്നെ ഉയർത്തിക്കൊണ്ടുവരാൻ ഏറ്റവും ശക്തമായ നിലപാട് സ്വീകരിച്ച ജവഹർലാൽ നെഹ്റുവിൻ്റെ പേരുപയോഗിച്ചിട്ട് ധവളപത്രം വരുമ്പോൾ അത് പൂർണ്ണമായും അവസാനിപ്പിച്ച് പൊതുമേഖലാ സ്ഥാപനങ്ങളെ വിൽക്കാനും പൊതുമേഖലാ സ്ഥാപനങ്ങളെ പൂട്ടാനും നിലപാട് സ്വീകരിക്കുന്നു. അത് എങ്ങനെയാണ് യോജിച്ചു പോവുക എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതോടൊപ്പം തന്നെയാണ് സ്വകാര്യവൽക്കരണം. ഇപ്പോൾ സ്വകാര്യവൽക്കരണ അജണ്ട ഇന്നിപ്പോൾ മുന്നോട്ടേക്ക് വെച്ചിരിക്കുന്നു. നമ്മുടെ കേരളത്തിൻ്റെ തീരം മുഴുവൻ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നു എന്നിപ്പോൾ മനസ്സിലായി. ഞാൻ നേരത്തെ തുറമുഖത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ആ വകുപ്പ് തന്നെ മുഖ്യമന്ത്രി ഏറ്റെടുത്തപ്പോൾ നേരത്തെ പറഞ്ഞ മംഗലാപുരം യാത്ര ഉൾപ്പെടെയുള്ള കാര്യങ്ങളും വരാൻ പോകുന്ന സന്ദർഭങ്ങളിൽ കരിമണൽ ഉൾപ്പെടെ കൈക്കലാക്കാൻ വേണ്ടി നടത്തുന്ന ലോകത്തിൻ്റെ മുമ്പിലുള്ള കോർപ്പറേറ്റ് ശ്രമവും എല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് ഇതിൻ്റെ ആക്കം മനസ്സിലാക്കാനാകുക. ഒരു നെഹ്റുവിയൻ സിദ്ധാന്തവും ഇല്ല, തികഞ്ഞ തീവ്ര വലതുപക്ഷ നിലപാടാണ്. ഈ കഴിഞ്ഞ 3 ആഴ്ചത്തെ പ്രവർത്തനങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് ശരിയായ രീതിയിൽ മനസ്സിലാക്കാനും വിലയിരുത്താനും സാധിക്കും. അപ്പോൾ എല്ലാ മേഖലയിലും സ്വകാര്യവൽക്കരണം ഇവിടെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ജനാധിപത്യത്തെപ്പറ്റി പറയുമ്പോൾ നേരത്തെ ഇവിടെ പറഞ്ഞത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത നിലപാടുകൾക്കെതിരായിട്ട് എന്തെങ്കിലും നടപടി വന്നാൽ ഉടനെ തന്നെ വി.ഡി. സതീശൻ അതിനെ ശാക്തിയായിട്ട് പ്രതികരിക്കുകയാണ്. എല്ലാം ജനാധിപത്യ വിരുദ്ധമാണെന്നാണ്. അധികാരത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ തുടങ്ങി, അധികാരത്തിൽ വന്നപ്പോൾ അതിശക്തിയായിട്ട് ഇതിൻ്റെ ഭാഗമായിട്ടുള്ള പോസ്റ്റ് ചെയ്തവർക്കെതിരായ നടപടികൾ ആരംഭിച്ചു തുടങ്ങി. അതേപോലെ തന്നെ മുമ്പ്
നടപടിക്ക് വിധേയപ്പെട്ടിട്ടുള്ള IAS ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെയുള്ളവരെ തിരിച്ചെടുത്തിരിക്കുക. അതിങ്ങനെ തിരിച്ചെടുക്കുന്നത് ഒരു വലിയ ബാധകമാണ് എന്ന് ഞാനിപ്പോൾ പറയുന്നില്ല. പക്ഷെ തിരിച്ചെടുക്കപ്പെട്ടവരെ RSS അജണ്ട നടപ്പിലാക്കാൻ കഴിയുന്ന വകുപ്പിൽ തന്നെ അതിൻ്റെ മേധാവിയായിട്ട് നിയമിക്കുകയാണ്. സംഘപരിവാർ സംഘവിഭാഗത്തിൻ്റെ ഭാഗമായിട്ടാണ് അവരൊക്കെ നിലകൊള്ളുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് എന്നുള്ളതാണ് വാർത്താ മാധ്യമങ്ങളിലൂടെ കേൾക്കാനും മനസ്സിലാക്കാനും സാധിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഗവർണർ നിർദ്ദേശിക്കുന്ന ആളെ നേരത്തെ പറഞ്ഞ പോലെ വൈസ് ചാൻസലറാക്കുന്നു. ഇപ്പോഴ് ഉന്നത വിദ്യാഭ്യാസം കൈകാര്യം ചെയ്യേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉന്നത തലത്തിലേക്ക് അവർ പറയുന്നവരെ നിശ്ചയിച്ചു കൊടുക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ വന്നിട്ടുള്ള ഏറ്റവും ഗൗരവമുള്ള പ്രശ്നം. വന്യജീവി ശല്യമായിരുന്നു കഴിഞ്ഞ കാലത്ത് ഏറ്റവും ശക്തമായ രീതിയിൽ കേരളത്തിൽ മലയോര മേഖലയിൽ ഉയർത്തിയിട്ടുള്ള UDFന്റെ ഒരു അജണ്ട. ഇപ്രാവശ്യം അധികാരത്തിൽ വന്നിട്ട് ഇത്രയേ ദിവസമായിട്ടുള്ളൂ. 5 പേരുടെ ജീവനാണ് വന്യജീവി സംഘർഷത്തിന്റെ ഭാഗമായിട്ട് അവസാനിപ്പിക്കേണ്ടി വന്നത്. ഇപ്പോഴും മന്ത്രി പറയുന്നത് നിങ്ങൾക്കെല്ലാം കേട്ടതാണ്, നമ്മൾ പരിഹസിക്കുകയാണ്. മന്ത്രിയെ മാറിയിട്ടുള്ളൂ, ഉദ്യോഗസ്ഥരും ആനയും മാറിയിട്ടില്ല. അപ്പോൾ എത്ര ലാഘവത്തോടു കൂടിയാണ് മനുഷ്യജീവൻ പൊലിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ വന്യജീവി അതിക്രമത്തിന്റെ ഭാഗമായിട്ടുള്ള കാര്യം കൈകാര്യം ചെയ്യുന്നത് എന്ന് പറയാൻ വേണ്ടി ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു എന്നുള്ളത്. ജനങ്ങളെ പരിഹസിക്കുന്ന നിലപാടാണ് മന്ത്രി തന്നെ സ്വീകരിക്കുന്നത്. മുനമ്പം പ്രശ്നം 10 മിനിറ്റ് കൊണ്ട് പരിഹരിക്കാൻ കഴിയും എന്നായിരുന്നു VD സതീശൻ മുമ്പ് പറഞ്ഞത്. അതിപ്പോഴും നടപ്പിലാക്കുന്നതിനെ സംബന്ധിച്ച് ആലോചിക്കാനേ സാധിക്കുന്നില്ല എന്നുള്ളതാണ് സ്ഥിതി. സെക്രട്ടേറിയറ്റിൽ മാധ്യമപ്രവർത്തകർക്കും പൊതുജനങ്ങൾക്കും കടുത്ത നിയന്ത്രണം എന്നാണ് LDF ഗവൺമെന്റിനെ പറ്റി പറഞ്ഞുകൊണ്ടിരുന്നത്. 3 ആഴ്ചയാകുമ്പോഴേക്ക് അവർക്ക് വെള്ളി മനസ്സിലായി ശക്തിയായ നിയന്ത്രണം ഇപ്പോഴും തുടങ്ങിയിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ പറയുന്ന കാര്യങ്ങളൊന്നും നടപ്പിലാക്കാൻ പോകുന്നതല്ല നില എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. പിന്നെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ചേർന്ന് പാർട്ടി നേതാക്കൾക്കെതിരായിട്ടുള്ള കടന്നാക്രമം ശക്തിയായിട്ട് ആരംഭിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾക്കറിയാം. അങ്ങനെയുള്ളൊരു വേട്ടയാടലിൻ്റെ ഭാഗമായിട്ടാണ് പ്രതിപക്ഷ നേതാവിൻ്റെ വീട് ED റെയ്ഡ് ചെയ്യുന്ന സ്ഥിതിയിലേക്കും, അതുപോലെ തന്നെ കരുവന്നൂർ ബാങ്ക് കേസിൽ ഏത് കേസിലും പ്രതികളുണ്ടാവും, പക്ഷെ ഒരു പാർട്ടിയെ തന്നെ പ്രതിയാക്കുക. കരുവന്നൂർ ബാങ്കിലുണ്ടായിരുന്ന പ്രശ്നങ്ങൾ ഏതാണ്ട് പരിഹരിച്ച് നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോവുകയാണ് ആ ബാങ്കിൻ്റെ കേസിൻ്റെ ഭാഗമായിട്ട് അവിടെ പ്രതിയായി 68ാം പ്രതിയായിട്ട് CPIMന്റെ ജില്ലാ സെക്രട്ടറി, അങ്ങനെയാണ് പ്രതി. ആരാണോ ജില്ലാ സെക്രട്ടറി ആ ജില്ലാ സെക്രട്ടറി പ്രതി എന്ന രീതിയിൽ ഇപ്പോഴും ED കൃത്യമായിട്ട് അവരെ കൂടി വിളിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ ഈ തെറ്റായ നയങ്ങളെ തുറന്നു കാട്ടി ശക്തമായ പ്രക്ഷോഭം തന്നെ നടത്തേണ്ടി വരും. രാഷ്ട്രീയമായ കാര്യങ്ങളാണ് എന്ന് കണ്ടുകൊണ്ട് തന്നെ നിയമപരവും രാഷ്ട്രീയവുമായ നിലപാട് കരുവന്നൂർ ബാങ്ക് ഉൾപ്പെടെയുള്ള EDയുടെ കടന്നാക്രമത്തെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയുള്ള ജനകീയ പ്രക്ഷോഭങ്ങൾ രൂപപ്പെടുത്തേണ്ടി വരും. സംസ്ഥാന കമ്മിറ്റി അംഗീകരിച്ചിട്ടുള്ള ഈ റിവ്യൂ റിപ്പോർട്ട് താഴെ വരുന്ന ഇന്നു മുതൽ റിപ്പോർട്ട് ആരംഭിക്കുകയാണ്. ഘടകങ്ങളിൽ എല്ലാ ഘടകങ്ങളിലും ഈ കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. നേരത്തെ ചർച്ച ചെയ്യുക മാത്രമാണ് ചെയ്തത്. ആ ചർച്ചകൾക്കെല്ലാം ജില്ലാ കമ്മിറ്റിയിലും ഏരിയ കമ്മിറ്റിയിലും ലോക്കൽ കമ്മിറ്റിയിലും ബ്രാഞ്ചിലുമൊക്കെ ഈ റിവ്യൂ കൂടിയ ഫലപ്രദമായിട്ട് പാർട്ടി മെമ്പർഷിപ്പിലുടനീളം റിപ്പോർട്ട് ചെയ്ത് എല്ലാ ഘടകങ്ങളിലും ചർച്ച ചെയ്ത് നേരത്തെ ചർച്ച ചെയ്തതിലുൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് മറുപടി പറയണം എന്നിപ്പോഴും സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട്. നേരത്തെ മറുപടി പറഞ്ഞിരുന്നില്ല, ചർച്ച മാത്രമേ കേട്ടിട്ടുള്ളൂ. ആ ചർച്ചക്കെല്ലാം മറുപടി പറഞ്ഞുകൊണ്ട് റിവ്യൂ റിപ്പോർട്ട് ചർച്ച ചെയ്ത് എല്ലാ ഘടകങ്ങളും പൂർത്തിയാക്കണം എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ കേരളത്തിലെ ഇടതുപക്ഷത്തിനേറ്റ ഈ കനത്ത തിരിച്ചടി കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് എങ്ങനെ സംഘടനാപരമായി, രാഷ്ട്രീയമായി, പ്രത്യയശാസ്ത്രപരമായി കേരളത്തിലെ ജനങ്ങളെ അതിന് ഉതകുന്ന രീതിയിൽ നമ്മുടെ സംഘടനയെ മാറ്റി മുമ്പോട്ടേക്ക് നയിക്കാനാവുമെന്നുള്ള കാര്യം ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ വിപുലീകൃത സംസ്ഥാന കമ്മിറ്റി എന്ന് ഞാൻ പറഞ്ഞത്.
അപ്പോൾ ഞങ്ങൾ മുന്നോട്ടേക്ക് വേണ്ട ആശയങ്ങളും പ്രവർത്തന പദ്ധതികളും എന്തായിരിക്കണമെന്നത് സംബന്ധിച്ചുള്ള വൈവിധ്യങ്ങളായ അഭിപ്രായങ്ങളാണ് ഇതിനകം ഒരുപാട് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇനിയും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് ലഭിക്കുന്നതിനാവശ്യമായ ഒരു സംവിധാനമാണ് ഞാൻ പോർട്ടലായാലും അതുപോലെ തന്നെ പറഞ്ഞിട്ടുള്ള വെബ്സൈറ്റ് ആയാലും അതുപോലെ നമ്മുടെ ഫോണിൻ്റെ ഭാഗമായിട്ട് വരുന്ന വാട്സപ്പ് ഉൾപ്പെടെയുള്ള സംവിധാനം ഉപയോഗിച്ച് കേൾക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നാട്ടിലും വിദേശത്തുമുള്ള CPM അനുഭാവമുള്ളവർ മാത്രമല്ല, അല്ലാത്തവരുമായ മുഴുവൻ മലയാളികൾ അവർക്ക് അവരുടേതായ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളിൽ എത്തിക്കാൻ സാധിക്കും. അതെല്ലാം ഞങ്ങൾ പരിഗണിക്കും. യുവാക്കൾ, വിദ്യാർത്ഥികൾ, അതുപോലെ തന്നെ യുവതികൾ, ട്രാൻസ്ജെൻഡർമാർ, അതുപോലെ തന്നെ അധ്വാനിക്കുന്ന വിവിധ തലങ്ങളിലുള്ള തൊഴിലാളി ജനവിഭാഗങ്ങൾ, അവരുടെ എല്ലാം അഭിപ്രായം, അവരുടെ എല്ലാം ഈ ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ വെല്ലുവിളി ഏറ്റെടുക്കാൻ പ്രാപ്തി എങ്ങനെ മുന്നോട്ടേക്ക് നയിക്കാൻ പ്രാപ്തി നേടാൻ സാധിക്കുമോ എന്നുള്ള കാര്യം വെച്ചുകൊണ്ടുള്ള തുറന്ന മനസ്സോടുകൂടിയുള്ള അഭിപ്രായങ്ങൾ ഞാൻ നേരത്തെ പത്രപ്രവർത്തകരെ കൂടി പറഞ്ഞതുപോലെ അവരെല്ലാം ഞങ്ങൾ തീർച്ചയായിട്ടും അതെല്ലാം വിലമതിക്കുന്ന അഭിപ്രായങ്ങളായിട്ട് പരിഗണിക്കും എന്നുള്ളതാണ് പറയാനുള്ളത്. ഞങ്ങൾ പുതുവഴികൾ എന്ന പേരിൽ ഒരു ഇമെയിൽ, വാട്സപ്പ്, വെബ്സൈറ്റ്, അതുപോലെ തന്നെ മൊബൈൽ ആപ്പ് എന്നിവ വഴി നിർദ്ദേശങ്ങൾ സമർപ്പിക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിലിപ്പോൾ 7999477168 എന്ന വാട്സപ്പ് നമ്പറും പുതുവഴികൾ@gmail.com എന്ന മെയിൽ ID-യും ഇതിനു വേണ്ടി ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. ഞാൻ പറയാം ഒന്നുകൂടി. 7999477168 7 ഒന്നാമത്തെ 7 അല്ലേ? 999 എടുത്താൽ മതി. 3 99947771668 72 1 2 3 10 7 ഒഴിവാക്കുക. ആദ്യത്തെ 7 999 അത് നോക്കിയിട്ട് ഞാൻ കറക്റ്റ് ചെയ്ത് തരാം. അത് കൊടുക്കാം. എത്രയാ? അത് പുതുവഴികൾ @gmail.com എന്നുള്ളതാണ് മെയിൽ ID. ഈ നമ്പറും അതുപോലെ തന്നെ ഇനിയിപ്പം ഞാൻ പറഞ്ഞ വെബ്സൈറ്റ് ഉൾപ്പെടെയുള്ളത് നമുക്ക് കൊടുക്കാം, പത്രത്തിൽ കൊടുക്കാം, കുറിപ്പായിട്ട് കൊടുക്കാം. എന്നാൽ കൃത്യമായിട്ട് തന്നെ അത് കൊടുക്കാൻ കഴിയും. അപ്പോൾ പാർട്ടി സംഘടനാപരമായി കൂടുതൽ കരുത്താർജിക്കുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങളാണ് ഇനി പാർട്ടി ആലോചിക്കാനും തീരുമാനിക്കാനും പോകുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പണ്ട് 1977 ഏറ്റവും കുറഞ്ഞ നില CPM-ന് അസംബ്ലിയിൽ ഉണ്ടായത്. 17 സീറ്റ് മാത്രമേ ഉണ്ടായിരുന്നു. അന്ന് എല്ലാ പാർലമെന്റ് മണ്ഡലങ്ങളിലും ഞങ്ങൾ പരാജയപ്പെട്ടു. അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് പിന്നീട് CPIM-ഉം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും 6 സർക്കാരുകൾക്ക് രൂപം കൊടുക്കാനും നേതൃത്വം കൊടുക്കാനും സാധിച്ച രീതിയിൽ ഉയർന്നു വന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ തിരിച്ചടികളെല്ലാം അഭിമുഖീകരിച്ചുകൊണ്ട് അതിനെ അതിജീവിക്കത്തക്ക രീതിയിൽ നമ്മുടെ പാർട്ടി സംഘടനയെ ശക്തിപ്പെടുത്തിയും വർഗ ബഹുജന സംഘടനകളെ ശക്തിപ്പെടുത്തിയും വലതുപക്ഷ ആശയങ്ങൾക്ക് മുൻകൈയുള്ള ലോക പശ്ചാത്തലത്തിൽ ഇടതുപക്ഷത്തിൻ്റെ സത്പാരമ്പര്യങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കേരളത്തിലെ ജനങ്ങളിൽ ഇടതുപക്ഷ ആഭിമുഖ്യം ശക്തിപ്പെടുത്തിക്കൊണ്ട് പാർട്ടിയും വർഗവിഭജന പ്രസ്ഥാനങ്ങളും ആകെ എല്ലാ വിഭാഗം ജനങ്ങളെയും, ബുദ്ധിജീവികൾ ഉൾപ്പെടെയുള്ള സാംസ്കാരിക മേഖലയിലുള്ളവരുടെ എല്ലാവരുടെയും പിന്തുണ ആർജിച്ച് കരുത്തോടുകൂടി മുമ്പോട്ടേക്ക് പോകും. ഇപ്പം നമുക്കറിയാം, ഒരു ഘട്ടത്തിൽ സാഹിത്യ നായകന്മാരെ പോലുള്ള ആളുകൾ പറഞ്ഞത് ഏതായാലും 10 കൊല്ലമായില്ലേ, ഇനിയൊരു മാറ്റം വേട്ടെ എന്ന ചോദ്യം, അതൊക്കെ സമൂഹത്തിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്.
അപ്പോൾ അതൊന്നും ഒരു ഇടതുപക്ഷ ആശയത്തിൻ്റെ ഭാഗമായിട്ടല്ലേ, യഥാർത്ഥത്തിൽ വലതുപക്ഷത്തിന് വേണ്ടിയുള്ള ഇടതുപക്ഷ മുഖമായിരുന്നു ആ രീതിയിലുള്ള പ്രയോഗങ്ങൾ ഓരോന്നും. സ്വാഭാവികമായിട്ടും ഇടതുപക്ഷ ആഭിമുഖ്യത്തോടു കൂടി തന്നെ ഈ കേരളത്തിലെ മതനിരപേക്ഷ മനസ്സ് അതിനെ ശക്തിപ്പെടുത്തിയില്ല എങ്കിൽ കേരളമല്ലാതാവും എന്നുള്ള വളരെ അപകടകരമായ കാഴ്ച കൃത്യമായിട്ട് ഉൾക്കൊണ്ടുകൊണ്ട് പാർട്ടി മുന്നോട്ടേക്ക് പോകും എന്ന് തന്നെയാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് പൊതുവെ റിവ്യൂവിൻ്റെ ഭാഗമായിട്ട് പറയാനുള്ളത്. ഭരണവിരുദ്ധ വികാരം എന്നുള്ള രീതിയിലല്ല, ഭരണത്തെ സംബന്ധിച്ച് പൊതുവെ മതിപ്പായിരുന്നു. എന്നാൽ ഭരണത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഇപ്പോൾ പരമ്പരാഗത മേഖല, കൺസ്ട്രക്ഷൻ മേഖല, അതുപോലെ തുടങ്ങിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കശുവണ്ടി, കയറ്, അതുപോലെ ഹാൻഡ്ലൂം തുടങ്ങിയിട്ടുള്ള മേഖലയിലൊക്കെ അവരാഗ്രഹിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ നിർവഹിച്ചു കൊടുക്കാനാവാത്തതിൻ്റെ അസംതൃപ്തി ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യം ഞങ്ങൾ താഴെ തലത്തിൽ വരെ പരിശോധിക്കുമ്പോൾ മനസ്സിലായിട്ടുണ്ട്. ആ വിരുദ്ധ അത് ഒറ്റ മൂലം കൊണ്ട് ഉപയോഗിക്കേണ്ടെന്നേ പറയുന്നുള്ളൂ. അതുണ്ടായിട്ടുണ്ട്. ആ ഉണ്ട്. അതിപ്പം പറഞ്ഞല്ലോ, അത് തന്നെയാണ് ദൗർബല്യങ്ങളുണ്ടായി. അല്ല, ദൗർബല്യം എന്ന് പറയുന്നത് ഏറ്റവും താഴെ മുതൽ മേലെ വരെയുള്ള ദൗർബല്യങ്ങളെ സംബന്ധിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതാണ് അതിലുള്ള കാര്യം. അതായത് ഞങ്ങളിപ്പോഴും ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ തീരുമാനം ഇപ്പോൾ സംസ്ഥാന കമ്മിറ്റി എടുക്കുന്നു, അത് ജില്ലാ കമ്മിറ്റി കൈകാര്യം ചെയ്യുന്നു, താഴെ ഏരിയ കമ്മിറ്റികൾ, അതിൻ്റെ താഴെ ലോക്കൽ കമ്മിറ്റികൾ, ഞാൻ നേരത്തെ പറഞ്ഞ 40,000-ഓളം വരുന്ന ഘടകങ്ങൾ അത് പ്രാവർത്തികമാക്കുന്നതിൽ വരുന്ന വീഴ്ചയാണ്. കൃത്യമായ കാഴ്ചപ്പാടോടുകൂടി അത് നടപ്പിലാക്കുന്നതിൽ വരുന്ന പ്രായോഗിക തലത്തിലുള്ള സംഘടനാപരമായ വീഴ്ച. ആ വീഴ്ച കേവലമായ സംഘടനാപരമായ വീഴ്ച മാത്രമായിരിക്കില്ല, അതിൻ്റെ രാഷ്ട്രീയമായ ഉള്ളടക്കത്തെ പറ്റിയുള്ള വ്യക്തത കുറവ് കൂടി അതിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. ഇതെല്ലാം ചേർന്നതാണ് സംഘടനാപരമായ ദൗർബല്യം എന്ന് പറയുന്നത്. അത് ഏതെങ്കിലും ഒരു ഘടകത്തിനല്ല, കേരളത്തിലെ നമ്മുടെ പാർട്ടിയുടെ ഘടകങ്ങളിലെല്ലാം ഈ ദൗർബല്യം ഉണ്ട് എന്നാണ് ഞങ്ങൾ പൊതുവെ കണ്ടെത്തിയിരിക്കുന്നത്. എന്ത് വെള്ളാപ്പള്ളി നടേശൻ്റെ മുസ്ലിം വിരുദ്ധമായ പരാമർശത്തെ പാർട്ടി സംസ്ഥാന കമ്മിറ്റി ഞങ്ങൾ ഉൾപ്പെടെ എല്ലാവരും ശക്തിയായ രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞങ്ങളെല്ലാം പറഞ്ഞാലും അതിനേക്കാളെല്ലാം ശക്തിയായിട്ട് വന്ന ആശയ മുൻകൈ വെള്ളാപ്പള്ളി നടേശൻ ഉയർത്തിയിട്ടുള്ള ഈ മുസ്ലിം വിരുദ്ധ പ്രചാരവേലക്ക് ഞങ്ങൾ വേണ്ടത്ര മറുപടി പറഞ്ഞില്ല എന്ന ആശയമാണ് മുൻകൈയിൽ വന്നത്. അതായിരുന്നു ഞാൻ ചൂണ്ടിക്കാണിച്ചത്. തള്ളി പറഞ്ഞിട്ടുണ്ട്. ഞാൻ തന്നെ മന്ത്രി ഈ ഇവിടെ പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ട് എത്രയോ പ്രാവശ്യം, ഒരു പ്രാവശ്യം 2 പ്രാവശ്യമൊന്നുമല്ല. വെള്ളാപ്പള്ളി നടേശൻ ഉയർത്തുന്ന വർഗീയമായ ഒരു നിലപാടിനോടും CPIM-ന് യോജിപ്പില്ല. ഞാൻ നിങ്ങളോട് തന്നെ പറഞ്ഞു, ഇവിടെ തന്നെ പറഞ്ഞു, എത്ര പ്രാവശ്യം, ഒരു പ്രാവശ്യമല്ല പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അല്ല, അതിന് ശേഷമാണ് ഈ സംഭവം. നവോത്ഥാന മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഘട്ടത്തിലെല്ലാം നവോത്ഥാന മൂല്യത്തിന് പിന്തുണയും, വർഗീയ നിലപാടുകൾ സ്വീകരിക്കുന്ന ഏത് സന്ദർഭത്തിലായാലും ആരായാലും അതിന് ഒരു തരത്തിലുള്ള പിന്തുണയും ഞങ്ങൾ നൽകുന്ന പ്രശ്നമില്ല. അതല്ലേ പറഞ്ഞത് ഇപ്പോൾ, അതല്ലേ ഞങ്ങൾ സ്വയം വിമർശനമായിട്ട് പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞല്ലേ നേരത്തെ. ആയിരുന്നു, ഒരു സംശയമില്ല. PJ പറയുന്നതല്ലോ ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ പാർട്ടി സംസ്ഥാന കമ്മിറ്റി എടുത്ത തീരുമാനമല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലല്ല, നവോത്ഥാന സമിതി രൂപപ്പെട്ടത് വേറൊരു പശ്ചാത്തലത്തിലാണ്. അത് ഈ നായാടികൾ മുതൽ നമ്പൂതിരി വരെ എന്ന് പറഞ്ഞിട്ട് RSSകാർ എല്ലാ ജാതി സ്വത്വങ്ങളെയും ഒരു പ്രത്യേക രീതിയിൽ വർഗീയവൽക്കരിക്കാൻ ശ്രമിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് യഥാർത്ഥത്തിൽ നവോത്ഥാന പ്രസ്ഥാനം ഉടലെടുത്തത്. ആ നവോത്ഥാന പ്രസ്ഥാനം രൂപപ്പെട്ടതിൻ്റെ ഭാഗമായിട്ട് RSS കൊട്ടിഘോഷിച്ചു കൊണ്ടുവന്നിട്ടുള്ള അവരുടെ ഈ നായാടി മുതലുള്ള പ്രയോഗം അങ്ങോട്ട് മാറാൻ സാധിച്ചിട്ടുണ്ട്. അതൊക്കെ ഓരോ ചരിത്രഘട്ടത്തിലും ഉണ്ടാകുന്ന സംഭവങ്ങളാണ്. ആ സംഭവങ്ങളിൽ അതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി
നവോത്ഥാന പ്രസ്ഥാനത്തിനും നവോത്ഥാന സദസ്സിനും സാധിച്ചു എന്നുള്ളത് സത്യമാണ്. എന്നാൽ അത് തന്നെ ഈ പറയുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉയർന്നു വരുമ്പോൾ ഫലപ്രദമായിട്ട് പ്രതിരോധിക്കണമായിരുന്നു എന്ന് തന്നെയാണ് ഞങ്ങളുടെ അല്ല, പറയാൻ തയ്യാറായില്ല എന്നല്ല പറഞ്ഞു. പക്ഷെ പറഞ്ഞതൊന്നും ഈ ഞാനല്ലേ പറഞ്ഞില്ല. ഞാൻ തന്നെ ഞങ്ങൾ സ്റ്റേറ്റ് കമ്മിറ്റിയുടെ സ്റ്റേറ്റ്മെന്റ് കൊടുത്തു. ഞാൻ തന്നെ പറഞ്ഞു, നമ്മളെല്ലാം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ പറഞ്ഞതിൻ്റെ ഒന്നും ഒരു ഊക്കുണ്ടല്ലോ, ആ ഒരു ഊക്ക് പോരാന്നാണ് ചർച്ചയിൽ വന്നത്. ഞങ്ങളെ സംബന്ധിച്ച് യെസ്, ഈ നമ്പർ ഞാൻ പറയാം. 7 അദ്ദേഹത്തെ പുകഴ്ത്തിക്കൊണ്ട് മുഖ്യമന്ത്രിയും അതോടൊപ്പം ദേവസ്വം മന്ത്രിയായിരുന്നു VN വാസവനും 2 ചടങ്ങുകളിൽ സംസാരിച്ചു. ഒന്ന് തിരുവനന്തപുരത്ത്, ഒന്ന് പള്ളുരുത്തിയിൽ. അപ്പൊ ഇത്തരത്തിൽ വെള്ളാപ്പള്ളി വർഗീയ വിഷയം ചുമത്തി വഹിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തിയത്. പിന്നെ അദ്ദേഹത്തെ പോലീസ് അടുപ്പിച്ച് ജനങ്ങൾക്കിടയിൽ ഇതെല്ലാം കൂടി ചേർന്നിട്ടുള്ള ജനങ്ങളിൽ വന്നിട്ടുള്ള അവബോധത്തിന് കൃത്യമായ മറുപടി പറഞ്ഞില്ല എന്ന് തന്നെയാണ് ഞങ്ങൾ വിമർശനപരമായിട്ട് കാണുന്നത്. തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ മുന്നണിയെ നയിച്ച പിണറായി വിജയനോ പാർട്ടിയെ നയിച്ച പാർട്ടി സംസ്ഥാന സെക്രട്ടറി താങ്കൾക്കോ വീഴ്ച പറ്റിയിട്ടുണ്ടോ? വ്യക്തിപരമായിട്ടുള്ള വീഴ്ചയൊന്നും സംഭവിച്ചില്ല. ഞങ്ങൾക്ക് എല്ലാം ഞങ്ങളിപ്പം മുഖ്യമന്ത്രി ആയാലും അതുപോലെ പാർട്ടി സെക്രട്ടറി ആയാലും കൂട്ടായ സംവിധാനത്തിന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്നവരാണ്. അതുകൊണ്ട് ഏതെങ്കിലും വ്യക്തിക്ക് പറ്റിയ ഒരു കുഴപ്പം കൊണ്ടാണ് ഇതെല്ലാം ഉണ്ടായത് എന്ന നരേഷൻ തെറ്റായ സമീപനമാണ്. ഞങ്ങളത് അംഗീകരിക്കുന്നില്ല, പാർട്ടി അംഗീകരിക്കുന്നില്ല. അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതിന്റെ മറുപടി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ആ ശ്രീനാരായണ ഗുരുവിന്റെ സന്ദേശങ്ങൾ ഉയർത്തിക്കാണിച്ച ഘട്ടത്തിലെല്ലാം അതിനനുകൂലവും അതിന് എതിരായ നിലപാട് സ്വീകരിക്കുന്ന ഘട്ടത്തിലെല്ലാം അതിനെതിരായും ആണ് നമ്മൾ നിലപാട് സ്വീകരിക്കേണ്ടത്. അപ്പോൾ വർഗീയതയോടുള്ള ഞങ്ങളുടെ നിലപാടെന്താണ് എന്ന് ഞാൻ ഒന്നുകൂടി വ്യക്തമാക്കിയാണ്. ഒരു ഭാഗത്ത് ഭൂരിപക്ഷ വർഗീയതയും മറുഭാഗത്ത് ന്യൂനപക്ഷ വർഗീയതയും ഉണ്ട്. ജമാഅത്തെ ഇസ്ലാമിൻ്റെ ഒപ്പം ചേർന്നുകൊണ്ട് ലീഗ് നേതൃത്വം നൽകി രൂപപ്പെടുത്തിയ മതാത്മകതയും അതിനെ തുടർന്നുള്ള വർഗീയതയും ശക്തിയായിട്ടുള്ള തിരുത്തപ്പെടേണ്ടത് തന്നെയാണ്. ഭൂരിപക്ഷ വർഗീയതയുടെ ഭാഗമായിട്ട് ചേർന്ന സ്വത്വരാഷ്ട്രീയ ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ശക്തിയായിട്ട് എതിർക്കപ്പെടേണ്ടത് തന്നെയാണ്. കേരളത്തിൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ മതനിരപേക്ഷ ഉള്ളടക്കത്തിൻ്റെ ഒരു പശ്ചാത്തലം രൂപപ്പെടുത്തി മുന്നോട്ടേക്ക് പോകാൻ നമുക്ക് ഈ 2 വർഗീയ ശക്തികളെയും എതിർത്തുകൊണ്ടല്ലാതെ മുന്നോട്ടേക്ക് പോകാനാവില്ല എന്ന കൃത്യമായ അനുഭവ പാഠമാണ് പാർട്ടിക്ക്. ഉറപ്പില്ല, അതിനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തിരുത്തണമെന്ന് പറഞ്ഞ് നമ്മളെ അഭ്യർത്ഥിച്ചിട്ടൊന്നും കാര്യമില്ല. അദ്ദേഹം അതാ ഞാൻ പറഞ്ഞത്, മലയാളമല്ലേ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിങ്ങനെയാണ്. അതായത് വെള്ളാപ്പള്ളി നടേശൻ മുസ്ലിം വിരുദ്ധമായ വർഗീയമായ പരാമർശം കൈകാര്യം ചെയ്തതിൽ ഞങ്ങൾക്ക് യോജിപ്പില്ല, ഞങ്ങളതിനെതിരാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ വെള്ളാപ്പള്ളിയെ കാറിൽ കയറ്റി കൊണ്ടുപോയത് വിമർശിക്കുന്നു. അല്ല, കാറിൽ കയറ്റി കൊണ്ടുപോയ വിമർശനമൊന്നും ശരിയായ വിമർശനമല്ല. കാരണം ഒരു മനുഷ്യൻ നടന്നു പോകുന്ന സന്ദർഭത്തിൽ, അതിപ്പോൾ രാഷ്ട്രീയ എതിരാളിയായാൽ പോലും, കാറിൽ പോകുന്ന ഒരാൾ, ഞാൻ കാറിൽ പോകുന്നു, അപ്പോൾ ഒരാൾ നടന്ന് പോവാണ്, കേക്ക് അങ്ങനെ പോകുമ്പോൾ ഒരാളെ ഒരു സ്ഥലത്തേക്ക്, അത് അവിടുന്ന് ഒരു സ്ഥലത്ത് കാറിൽ നിർത്തിയിട്ട് വരുന്നതാണ്. മുഖ്യമന്ത്രി ആകുമ്പോൾ കിട്ടുന്ന ഒരു പ്രത്യേകതയാണല്ലോ മുമ്പോട്ടേക്ക് പോകാനുള്ള സൗകര്യം. അങ്ങനെ കാറ് കയറ്റി എന്നുള്ളത്, അത് വെച്ചിട്ട് വർഗീയതയ്ക്ക് അനുകൂലമായി എന്നുള്ള നിലപാട് സ്വീകരിക്കുന്നതൊന്നും ശരിയായ സമയം. സമ്മതിച്ചിട്ടുണ്ട്. അല്ല, അതുകൊണ്ടാണല്ലോ സംസ്ഥാന കമ്മിറ്റി ആ വിമർശനം അംഗീകരിച്ചത്. ഞങ്ങൾ അംഗീകരിച്ചല്ലോ. ഞാനത് സ്വയം വിമർശനം നടത്താനാണ്. സ്ഥാനാർത്ഥി നിർണയം നടത്തിയത് അവരാണല്ലോ, ജില്ലാ കമ്മിറ്റി. ജില്ലാ സെക്രട്ടേറിയറ്റും ജില്ലാ കമ്മിറ്റിയാണല്ലോ സ്ഥാനാർത്ഥി നിർണയം നടത്തിയത്. അവരാണ് അത് സംബന്ധിച്ച് സ്വയം വിമർശനം നടത്തി സംസ്ഥാന കമ്മിറ്റിയുടെ മുമ്പിൽ അവതരിപ്പിച്ചപ്പോൾ ഞങ്ങൾ പരിശോധിക്കുമ്പോൾ ആ ജില്ലാ കമ്മിറ്റിയുടെ ആ നിഗമനത്തെ അംഗീകരിക്കുകയും ആ സ്വയം വിമർശനം നടത്തുകയും ചെയ്യുകയാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത്. അതിൽ വ്യക്തിപരമായിട്ട് എനിക്കോ മറ്റാർക്കെങ്കിലുമോ അല്ല, സംഘടനയ്ക്ക് തന്നെയാണ്. അതുകൊണ്ടാണ് ജില്ലാ സെക്രട്ടേറിയറ്റും ജില്ലാ സെക്രട്ടേറിയറ്റും ജില്ലാ കമ്മിറ്റിയും സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന കമ്മിറ്റിയും ആ സ്വയം വിമർശനം നടത്തുന്നത്. പയ്യന്നൂരിൻ്റെ കാര്യത്തിൽ കുറേയും കൂടി ആഴത്തിലുള്ള പരിശോധനയും ആവശ്യമായ വിഭാഗീയമായ പ്രശ്നങ്ങൾ അവിടെ രൂപപ്പെട്ടു വന്നതാണ് ഒരു പരാജയത്തിൻ്റെ കാരണം. സ്ഥാനാർത്ഥിത്വത്തിൻ്റെ മാത്രമല്ല, അത് വെച്ച് വളരെ ഗൗരവമുള്ള പരിശോധന
വേറെ നടത്തേണ്ടിയുണ്ട് എന്നാണ് പാർട്ടി കാണുന്നത്. മാഷ് മുൻകൈയെടുത്താണല്ലോ ഈ രക്താക്ഷി ഭട്ട് വിവാഹത്തിന് ശേഷവും കുഞ്ഞികൃഷ്ണൻ ഏരിയ സെക്രട്ടറി സ്ഥാനത്ത് മാറ്റി പിന്നെ അദ്ദേഹത്തെ ജില്ലാ സമ്മേളനം ജില്ലാ കമ്മിറ്റി കൊണ്ടുവന്ന് മാഷിന്റെ കൂടി മുൻകൈയിലാണല്ലോ പക്ഷേ അതൊക്കെ പ്രശ്നം പരിഹരിക്കുന്ന ഭാഗമായിട്ടായിരിക്കാം. പക്ഷേ അത് പേടിച്ചുപോയി എന്നൊരു വിലയിരുത്തലുണ്ടോ? അല്ല, അങ്ങനെയല്ല അതിൻ്റെ അവസ്ഥ. ഞങ്ങളിപ്പോഴും പാർട്ടി കേഡർമാരെയും സഖാക്കളെയും എല്ലാം പൂർണ്ണമായി പാർട്ടിയോടൊപ്പം നിർത്താനാണല്ലോ ശ്രമിക്കുക. അങ്ങനെ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഉൾപ്പെടെ അവിടെ പങ്കെടുത്ത് കുഞ്ഞീഷ്ണനെയൊക്കെ പാർട്ടിയുടെ ഭാഗമായിട്ട് നിർത്താനുള്ള ശ്രമം നടത്തിയത്. പക്ഷേ കുഞ്ഞീഷ്ണൻ പിന്നീടും ആ നിലപാട് അംഗീകരിച്ച് പോവുകയല്ല ചെയ്തത്. പത്രമാധ്യമങ്ങൾക്കെല്ലാം കാര്യങ്ങൾ ചോർത്തി കൊടുക്കുക, അവരുമായിട്ട് ചർച്ച ചെയ്യുക, ഒരു ബദൽ സംവിധാനത്തിലേക്ക് പോകാനുള്ള അടിത്തറ ഒരുക്കുന്ന ജോലിയാണ് അദ്ദേഹം നിർവഹിച്ചത്. പാർലമെന്ററി വ്യാമോഹമാണ് യഥാർത്ഥത്തിൽ ടി.കെ. ഗോവിന്ദനെയും അതുപോലെ തന്നെ സുധാകരനെയും ഒക്കെ നയിച്ചത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതൊന്നും ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞാണ്. ഞങ്ങളിപ്പോഴത് വീണ്ടും ഇതിൻ്റെ ഭാഗമായിട്ട് പറയേണ്ട കാര്യമില്ല. അതൊക്കെ പാർട്ടിക്കകത്ത് തന്നെയുള്ള കൃത്യതയുള്ള ധാരണയിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്ന സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത് ഓരോരുത്തരെ സംബന്ധിച്ച്. ബാധിച്ചിട്ടുണ്ട്. അല്ല, അദ്ദേഹം ജയിലിലാണ്ടായിരുന്നത്. ജയിലിൽ നിന്ന് നടപടിയെടുത്തല്ലോ. ജയിലിൽ നിന്ന് വന്നപ്പോഴാണല്ലോ അദ്ദേഹത്തിന് പറക്കാൻ കഴിയുക. അപ്പോൾ ഞങ്ങൾ എല്ലാ സ്ഥാനത്തും ഒഴിവാക്കി, മാറ്റി നിർത്തി. അവരെല്ലാം മാറ്റി നിർത്തിയെങ്കിലും ഈ പ്രചരണത്തിന് നല്ലപോലെ ജനസമൂഹത്തിൽ സ്വാധീനം കിട്ടി. അപ്പോൾ നടപടിയെടുത്തില്ല എന്ന ആ കാര്യം ഞങ്ങൾ സ്വയം വിമർശകരുമായിട്ട് അംഗീകരിക്കുകയാണ്. അതാ കാര്യം. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ആ നോമിനി യഥാർത്ഥത്തിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കാവ്യവൽക്കരണം നടത്താൻ ഗവർണറെ സഹായിക്കുന്ന ഒന്നായിട്ടാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. അതെങ്ങനെയാവും നിങ്ങൾ കാണാൻ കുറച്ചും കൂടി കഴിയുമ്പോൾ. അല്ല, വേണ്ട, പ്രായോഗികമായിട്ട് മനസ്സിലാവും. ആരോപണം ഞാൻ പറയുന്നില്ല. എന്തിനാ എനിക്ക് ആരോപണം പറയേണ്ടത്? നിങ്ങൾക്ക് എന്ത് മനസ്സിലാവും? വർഗീയ നിലപാടുകൾ സ്വീകരിക്കുന്ന ഒരു വിദ്യാഭ്യാസ സംവിധാനത്തിനാണ് കേരളത്തിൽ ഇപ്പോഴും വഴിമരുന്നിട്ട് കൊടുത്തത് ഗവൺമെന്റ്. അത് ഞാൻ കേൾക്ക്. അശോകനെ മാത്രമല്ല, അശോകൻ കൂടി കുറച്ചും കൂടി ശക്തിപ്പെടുത്തലേ ഉള്ളൂ. അതിന്റെ ഭാഗമായിട്ടാണ് VC നിയമനം നടന്നത് MG സർവകലാശാലയിൽ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉള്ള സമയത്ത് അതിശക്തിയായ രീതിയിലുള്ള ഏറ്റുമുട്ടലാണല്ലോ ഗവർണറുമായിട്ട് പറ്റി നടത്തിയത്. 3 പേര് കൊടുത്ത് അതിൽ നിന്നല്ല നിശ്ചയിക്കേണ്ടി വന്നത്. ഈ പേരെ കൊടുത്തില്ല. അദ്ദേഹത്തിന് RS കാരനെ തന്നെ നിയമിക്കാൻ പറ്റി. അവിടെ 19 പേരെ സെനറ്റിലേക്ക് നോമിനേറ്റ് ചെയ്തു. 19ഉം RSS BJP ബന്ധമുള്ളവരാണ്. പിന്നെ ഇതിനപ്പുറം എന്താണ് ഈ യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ച് പറയേണ്ടത്? അങ്ങനെയുള്ള ഒരു വിദ്യാഭ്യാസ നിലവാരത്തിലേക്ക് കാര്യങ്ങൾ നീക്കാൻ എന്ന് പറഞ്ഞാൽ, അതുകൊണ്ട് അതിനാണ് ഞാൻ പൊതുവായി പറഞ്ഞത് കാവ്യവൽക്കരണ പ്രക്രിയയിലേക്ക് പോകാൻ മേധാവിയാക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. അതാ കാര്യം. എന്താണ് ഞാൻ ഇത്രയും പറഞ്ഞാലും മനസ്സിലാകാത്ത ഒരു അവസ്ഥ ഉണ്ടാവണ്ടല്ലോ. അല്ല, ഒരുപാട് ചുമതല എടുത്തിട്ടുണ്ട്. അതായത് ഒരു ഭൂതകാലം മാത്രം നോക്കിയിട്ട് വർത്തമാനത്തെ അളക്കാൻ പറ്റില്ലല്ലോ. നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവത്തിന് വിളിച്ചതിൽ മനസ്സിലായിട്ടുണ്ട്. മാറിക്കൊണ്ടിരിക്കുകയല്ലേ. എടുക്കും, ഉറപ്പായിട്ടുണ്ട്. നിലപാടെടുക്കും. അല്ല, നടപടി ഇപ്പൊ നടപടി എടുത്തു കഴിഞ്ഞു. എന്താ നടപടി? എല്ലാ സ്ഥാനങ്ങളും ഒഴിവാക്കി. അദ്ദേഹം ജയിലിൽ നിന്ന് വന്ന് ഇലക്ഷന്റെ തൊട്ട് മുമ്പാണല്ലോ. ആ സന്ദർഭത്തിൽ പാർട്ടി സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചു ഈ പത്മകുമാറിനെ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഘടനാ പ്രവർത്തനത്തിലും കൊണ്ടുവരേണ്ടിയില്ല എന്ന തീരുമാനം നമ്മൾ മാറ്റി നിർത്തി എല്ലാറ്റിലും. പക്ഷേ എന്നിട്ട് വിശദീകരണം ആവശ്യപ്പെട്ട് സംഘടനാപരമായ നടപടി സ്വീകരിക്കേണ്ടത് അവിടെയാണ്, ജില്ലാ കമ്മിറ്റിയാണ്. ആ ജില്ലാ കമ്മിറ്റി ആ നടപടി സ്വീകരിക്കും. പക്ഷേ കോടിയേരി ബാലകൃഷ്ണന്റെ ഭാര്യ വിനോദിനി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞത് അദ്ദേഹത്തെ കുടുംബത്തെ സംസ്ഥാനത്തെ ഒരു ഉന്നത CP നേതാവ്, PB അംഗമായ ഉന്നത നേതാവ്, അത് പിണറായി വിജയൻ സ്വാഭാവികമായിട്ട് പ്രധാന പദവിയുള്ള ആളാണ്, അവഗണിക്കുന്നു. അത് എന്നെ പറ്റിയാവാൻ സാധ്യതയില്ല. കാരണം എന്താ പറഞ്ഞാൽ കേൾക്കട്ടെ, ഞാൻ പറയുന്നത് കേട്ടിട്ട് ബാക്കി പറ. അതായത് ഞാൻ കുറച്ച് ദിവസം മുമ്പ് വരെ ആ വീട്ടിൽ പോയിട്ടുണ്ട്. ഒരു പ്രാവശ്യം മാത്രമല്ല, കോടിയേരി മരിച്ചതിന് ശേഷം നിരവധി പ്രാവശ്യം ഞാൻ ആ വീട്ടിൽ പോയിട്ടുണ്ട്, അവരെ കണ്ടിട്ടുണ്ട്.
അവരോടെല്ലാമായിട്ട് നല്ല സൗഹൃദം തന്നെയാണ്. അത് അത് ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞു. ഇവിടെ നാനാരുടെ കുടുംബം ശാരദ ടീച്ചർ ഇപ്പോൾ ആശുപത്രിയിൽ ഓപ്പറേറ്റ് ചെയ്ത് കിടക്കുകയാണ് അവിടെ എറണാകുളത്ത്. ഞാൻ ആ ഓപ്പറേഷൻ നടന്ന ദിവസം തന്നെ ഡോക്ടറെ വിളിച്ചു, കാര്യങ്ങൾ മനസ്സിലാക്കി, മോനെ വിളിച്ചു, കാര്യങ്ങൾ അന്വേഷിച്ചു. ഇവിടെ ഞാൻ വരുന്നതിന് മുമ്പ്, അവിടെ നിന്ന് കണ്ണൂരിൽ നിന്ന് ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നതിന് മുമ്പ് നായനാരുടെ വീട്ടിൽ കല്യാശ്ശേരി പോയിട്ട് ശാരദ ടീച്ചറെ കൂടി കണ്ട് അസുഖമാണ്, ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യാൻ പോവാണ് എന്ന് പറഞ്ഞ് ഞാൻ വന്നെയാണ്. അതുപോലെ തന്നെ ചടയൻ്റെ ഭാര്യ അസുഖമായിട്ട് കിടക്കുകയാണ്. മിക്കവാറും സന്ദർഭങ്ങളിൽ ഞാൻ പോകുമ്പോഴൊക്കെ അവിടെ പോവാറുണ്ട്. ഇതുപോലെ നമ്മുടെ പാർട്ടി നേതാക്കന്മാരുടെ എല്ലാം വീടുകളിലും ആ കുടുംബങ്ങളിലും ഉണ്ടാകുന്ന പ്രശ്നങ്ങളിലും ഒക്കെ ഇടപെടുന്ന ഒരു രീതി തന്നെയാണ് ഞാൻ തുറന്നു വന്നിട്ടുള്ളത്. അതെന്നോടല്ലോ ചോദിക്കേണ്ടത്. ബിനീഷിനെ അംഗത്വത്തിൽ മാറ്റിയെടുക്കുന്നു. സാധാരണ ഒരു പാർട്ടി അംഗം ഒരു കേസിൽപ്പെട്ടാൽ അത് സസ്പെൻഡ് ചെയ്യാറുണ്ട്. പക്ഷേ അല്ലല്ല, അദ്ദേഹത്തിന്റെ പാർട്ടി മെമ്പർഷിപ്പ് പുതുക്കിയിരുന്നില്ല. ഓരോ കൊല്ലവും മാർച്ച് മാസമാകുമ്പോഴേക്ക് പാർട്ടി മെമ്പർഷിപ്പ് പുതുക്കണം. അങ്ങനെ പുതുക്കിയിട്ടില്ല. അങ്ങനെ കേൾക്കുന്നത് നിങ്ങൾക്ക് ഈ പാർട്ടി മെമ്പർഷിപ്പിനെ പറ്റി ആധികാരികമായിട്ട് ചോദിക്കുന്ന പോലെയല്ലേ ചോദിക്കുന്നത്. പാർട്ടി മെമ്പർഷിപ്പ് പുതുക്കിയില്ലെങ്കിൽ പാർട്ടി മെമ്പർഷിപ്പ് ഇല്ല. സെൻട്രൽ കമ്മിറ്റിയുടെ അതിൻ്റെ ഒരു സ്ക്രൂട്ടിനി ഉണ്ട്. ആ സ്ക്രൂട്ടിനിയോടുകൂടി ആ മെമ്പർഷിപ്പ് പൂർണ്ണമാവും. പിന്നെ ചില SFIക്കാർക്ക് ഉണ്ടല്ലോ ഇടാം പഴയ, അവർക്കറിയാം ആ മെമ്പർഷിപ്പ് പുതുക്കിയില്ലെങ്കിൽ പിന്നെ അടുത്ത കൊല്ലത്തേക്ക് വേറെ മെമ്പർഷിപ്പ് എടുക്കണം. പുതിയ മെമ്പർഷിപ്പ് എടുക്കല്ലാണ്ട് വേറെ വഴിയില്ല. അത് അങ്ങനെ പെട്ടെന്ന് തന്നെ മെമ്പർഷിപ്പ് കൊടുക്കുകയുള്ള രീതിയല്ല. നമ്മുടെ അനുഭാവി ഗ്രൂപ്പ്, പിന്നെ കാൻഡിഡേറ്റ് മെമ്പർഷിപ്പ്, അങ്ങനെയാണല്ലോ മെമ്പർഷിപ്പ്.